ചാനൽ ചർച്ചകളിലെ ചില കാഴ്ചകളാണ്. സമൂഹത്തിൽ തോന്നിവാസവും തെമ്മാടിത്തരങ്ങളും കാണിക്കുക, അതിനുശേഷം അന്തിച്ചർച്ചയിൽ ഭജനക്കാരായിട്ട് വന്നിരുന്ന് ആധികാരികമായി ഒച്ചയെടുത്ത് ഗാന്ധിയൻ തത്വശാസ്ത്രങ്ങൾ പറയുക കോൺഗ്രസ്സുകാരുടെ സ്ഥിരം പല്ലവിയാണ്. അങ്ങനെ ധീരജ് കേസുമായി ബന്ധപ്പെട്ട് വിളിച്ച മുദ്രാവാക്യവും പറഞ്ഞിരുന്ന വാചകങ്ങളും അപ്പാടെ തെറ്റിയപ്പോൾ ജിൻഡോ എന്ന പുതിയ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനൽ ചർച്ചയിൽ ചെന്നിരുന്നു ഡയലോഗ് ഗീർവാണം ഓൺ ചെയ്ത് വിട്ട സന്ദർഭത്തിൽ മാധുവിൻ്റെ ഒറ്റ ചോദ്യം, ദേ കിടക്കണു ഗീർവാണ വിദഗ്ധൻ. ആര് മരണപ്പെട്ടാലും ഇവിടെ ധീരജ് എന്നല്ല, ആര് മരണപ്പെട്ടാലും ഞാനും ഒരു കോൺഗ്രസ്സുകാരനാ. എന്റെ മക്കൾ നാളെ SFIയുടെ കൊത്തി പിടിച്ച് മറ്റാളുകളെ കൊല്ലാൻ തെരുവിൽ ഇറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാ. അപ്പോൾ അതുകൊണ്ട് ഏത് മനുഷ്യൻ മരണപ്പെട്ടാലും നമുക്ക് ഒരേ വികാരത്തോടെ തന്നെ കാണണം. പക്ഷെ ആ വികാര പ്രകടനം അല്ലല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ അന്നുണ്ടായത്. അങ്ങ് ഈ കാര്യങ്ങളെ വളരെ പ്രോഗ്രസീവായി കാണുന്ന ഒരാളാണെന്ന് എനിക്ക് നിരന്തരം ചർച്ചകളിൽ ബോധ്യമുണ്ട്. പക്ഷെ അന്നത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഞാൻ ധീരജിന്റെ കൊലപാതകം നിങ്ങൾ ഇരന്നു വാങ്ങിയ മരണമാണ്, ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമാണ്. പക്ഷെ ധീരജന്റെ മരണം എങ്ങനെ നടന്നത്? ഒരു സംഘർഷത്തിനിടയിൽ മുൻകൂട്ടി ഒരു പ്ലാനും ആരും ഉണ്ടാക്കി ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള പിള്ളേരെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കൊടുക്കാൻ പോയതായിരിക്കില്ല എന്നുകൂടി വിചാരിക്കുന്നു. അതിന്റെ അലയൊലി ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ് ആ മുദ്രാവാക്യം ഉളുപ്പില്ലാതെ വിളിക്കാൻ കഴിയുന്നത്. പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി കുറ്റം സമ്മതിച്ചു. താനാണ് ധീരജിനെ കുത്തിയതെന്ന് നിഖിൽ പോലീസിനോട് പറഞ്ഞു. സതീശ യൂണിവേഴ്സിറ്റിയുടെ പുതിയ കോച്ചിങ് ആണ്. പലരെയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പറയുന്നത് പച്ചക്കള്ളവും പുലബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ഒച്ചയെടുക്കണം, ആധികാരികമായിട്ട് സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു വയ്ക്കണം. കേൾക്കുന്നവർക്ക് ഒരു സംശയവും തോന്നരുത്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, പഠിച്ച കള്ളന്മാർ. അത് ഒരുതരം മണി ചെയിൻ ട്രാക്കാണ്. പണ്ട് ആൾക്കാരെ കുപ്പിയിലിറക്കാൻ വേണ്ടി സതീശൻ പറവൂർ ഭാഗങ്ങളിൽ നടത്തിയിരുന്ന മണി ചെയിൻ മാർക്കറ്റിംഗ് തട്ടിപ്പ് എന്ന നിലയ്ക്ക് ആൾക്കാരോട് ആധികാരികമായി കള്ളം പറഞ്ഞ് അവരുടെ പണം പറ്റിച്ചെടുക്കാനുള്ള കഴിവ്, അതേപോലെ അത് രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് മാറ്റുകയാണ്. ആ മണി ചെയിൻ തന്ത്രം പോലെ കോൺഗ്രസ്സുകാരുടെ മാർക്കറ്റിംഗ് വക്താക്കളെ വിട്ടിട്ട് എന്ത് പച്ചക്കള്ളവും ആൾക്കാരെ കുപ്പിയിലിറക്കാൻ ആധികാരികമായി തട്ടിവിടുക. ധീരജ് കേസുമായി ബന്ധപ്പെട്ട് ഇതേ വാചകം പറഞ്ഞു. ഒടുവിൽ പിതാവിനെ നേരിട്ട് വിളിച്ച് കണക്ട് ചെയ്തു. അണ്ണാക്കി പിരിവെട്ടിയെന്നല്ലാതെ മറ്റൊരു മറുപടി അതിന് പറയാനില്ല. ആര് മരണപ്പെട്ടാലും ഇവിടെ ധീരജ് എന്നല്ല, ആര് മരണപ്പെട്ടാലും ഞാനും ഒരു കോൺഗ്രസ്സുകാരനാ. എന്റെ മക്കൾ നാളെ SFIയുടെ കൊത്തി പിടിച്ച് മറ്റാളുകളെ കൊല്ലാൻ തെരുവിൽ ഇറങ്ങരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാ. അപ്പോൾ അതുകൊണ്ട് ഏത് മനുഷ്യൻ മരണപ്പെട്ടാലും നമുക്ക് ഒരേ വികാരത്തോടെ തന്നെ കാണണം. പക്ഷെ ആ വികാര പ്രകടനം അല്ലല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ അന്നുണ്ടായത്. അങ്ങ് ഈ കാര്യങ്ങളെ വളരെ പ്രോഗ്രസീവായി കാണുന്ന ഒരാളാണെന്ന് എനിക്ക് നിരന്തരം ചർച്ചകളിൽ ബോധ്യമുണ്ട്. പക്ഷെ അന്നത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഞാൻ ധീരജിന്റെ കൊലപാതകം നിങ്ങൾ ഇരന്നു വാങ്ങിയ മരണമാണ്, ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വമാണ്. പക്ഷെ ധീരജന്റെ മരണം എങ്ങനെ നടന്നത്? ഒരു സംഘർഷത്തിനിടയിൽ മുൻകൂട്ടി ഒരു പ്ലാനും ആരും ഉണ്ടാക്കി ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം നിങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള പിള്ളേരെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു കൊടുക്കാൻ പോയതായിരിക്കില്ല എന്നുകൂടി വിചാരിക്കുന്നു. അതിന്റെ അലയൊലി ഇപ്പോഴും കിടക്കുന്നതുകൊണ്ടാണ് ആ മുദ്രാവാക്യം ഉളുപ്പില്ലാതെ വിളിക്കാൻ കഴിയുന്നത്. പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി കുറ്റം സമ്മതിച്ചു. താനാണ് ധീരജിനെ കുത്തിയതെന്ന് നിഖിൽ പോലീസിനോട് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേര് കൂടി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട്. പോലീസ് ചോദ്യം ചെയ്യുന്ന 6 പേരും KST പ്രവർത്തകരാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ രാജേന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ഈ ദൗർഭാഗ്യകരമായ ഒരു സമയമാണ്. അങ്ങേക്ക് ആ മുദ്രാവാക്യം നേരിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകുമോ എന്ന് പോലും ഇന്നും പലർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങയുടെ പ്രതികരണം ഇതിങ്ങനെ ആവർത്തിക്കുന്നത്? 3.5 വർഷത്തോളം ഞങ്ങൾ അനുഭവിച്ച വേദന, സങ്കടം, ദുഃഖം, അതിന് വീണ്ടും എരുതിയിൽ വീണ്ടും എണ്ണ ഒഴിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസത്തെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളി. സുധാകരൻ ഊട്ടി വളർത്തിയ കോൺഗ്രസിന്റെ കാപാലികന്മാരും കാട്ടാളന്മാരുമായ കൊലയാളികളുടെ കൊലക്കത്തിക്കിരയായി ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രനെ അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തി. എന്നിട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത് എന്താണ്? ഞങ്ങളല്ല അത് ചെയ്തതെന്ന്, അത് ഇരന്നു വാങ്ങിയ മരണമാണെന്ന്. ഇന്നും മാസങ്ങൾക്ക് മുമ്പും ഇടുക്കിയിലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നിന്ന് പുറത്തു വന്ന ഒരാളും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധീരജിനെ കുത്തിയ കത്തി അയാൾ കണ്ടെന്നും. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് നടന്ന പ്രകടനത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു,
ധീരജിനെ കത്തി അറബിക്കടലിൽ മുക്കിയിട്ടില്ല. അത് മിനുക്കിയെടുത്ത് ഡിവൈഎഫ്ഐയുടെ എന്ന പ്രസ്ഥാനത്തെ ഒരു ദിവസത്തെ പണിയുടെ സമയം പോലും ഇല്ലാതെ തകർത്ത് കളയുമെന്ന് ഉള്ള കൊലവിളി, അത് കേൾക്കുമ്പോൾ അത് വേദന എത്രമാത്രമുണ്ടെന്ന് പറഞ്ഞ് അറിയിക്കാൻ കഴിയുകയില്ല. ഗാന്ധിയൻ ആശയങ്ങളിലൂടെ ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായിരുന്നു. കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്ത് എനിക്ക് ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ കുഞ്ഞിന്റെ കൊലപാതകമെന്ന് കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ നേതാക്കളും മറുപടി പറയണം. യാദർശശാലികളായ കോൺഗ്രസിന്റെ പല നേതാക്കളും ഉണ്ടായിരുന്നല്ലോ. ഈ നിമിഷം വരെ ഒരു കോൺഗ്രസ് അനുഭാവിയായി എന്നെ വിളിച്ചിട്ടോ ഒരു ആശ്വാസവാക്ക് പോലും ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പകരം ചെയ്യുന്നത് ഇതുപോലെ കുത്തി ഞങ്ങളെ നോവിക്കുകയാണ്. ഇതിന് തക്ക തെറ്റ് ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഈ കോൺഗ്രസ്സുകാർ പറയണം. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയായതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതിന്റെ പേരിലല്ലേ എന്റെ കുഞ്ഞിനെ അവരെ കൊല്ല ചെയ്തത്. നിലനിൽപ്പിന് വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും. എങ്ങനെ അധികാരത്തിലേക്ക് എത്തുക? ഒരു സൈഡിലൂടെ അണികളെ കൊണ്ട് തോന്നിവാസം വിളിച്ച് പറയിക്കുക, മറു സൈഡിൽ വന്നിട്ട് അതിനെ ന്യായീകരിക്കുക. ധീരജ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുകാർ ചെയ്ത നീച പ്രവർത്തനത്തെ ഡിവൈഎഫ്ഐക്കാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് കൊലവിളി മുദ്രാവാക്യമായി ഉയർത്തിയത്. അത് സ്വന്തം ആസനത്തിൽ വെച്ച വെടിയായപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്. ആധികാരികമായി വന്ന് വിവരക്കേട് വിളിച്ചു പറയുകയാണ്. ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ KSU SFI സംഘർഷം മനസ്സിലാക്കാം. അവിടെ എന്തിനാണ് യൂത്ത് കോൺഗ്രസ്സുകാരൻ നിഖിൽ പൈലി പോയതും കത്തി കരുതിയതെന്ന ചോദ്യത്തിൽ എല്ലാമുണ്ട്. അവിടെ അവസാനിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർ ചെയ്ത ആ ക്രൂര പ്രവർത്തനം. പക്ഷേ മണി ചെയിൻ നാവുള്ളത് കൊണ്ട് എന്തും പറഞ്ഞു നിൽക്കുമല്ലോ. അങ്ങനെ പറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചെടുത്താണ് തേഞ്ഞൊട്ടുന്ന സാഹചര്യമുണ്ടായത്.